അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഹജ്ജ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. ഹിജ്റ 9-ാം വർഷമാണ് ഹജ്ജ് കർമ്മം നിർബന്ധമാക്കപ്പെടുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഏതാനും ചില ക്ലിപ്പുകളിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഇമാമുമാരായ ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ലാ അവരുടെ സ്വഹീഹുകളിലും മറ്റുള്ള പല ഹദീസ് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹജ്ജ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ്, തൂണാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വൽ ഹജ്ജി വ സൗമി റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം 5 കാര്യങ്ങളിൽ മേലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നുമുള്ള സാക്ഷ്യവചനമാണ്. രണ്ടാമത്തത് വ ഇഖാമിസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തലാണ്. മൂന്നാമത്തത് വ ഈതാഇസ് സകാഹ്, സകാത്ത് നൽകലാണ്. നാലാമത്തത് വൽ ഹജ്ജ്, ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. അഞ്ചാമത്തത് വസൗമി റമദാൻ, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കലാണ്. അപ്പോ ഈ 5 സ്തംഭങ്ങളിൽ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു സ്തംഭമാണ് ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.